എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേട്ടറ്റ് പരീക്ഷയിലെ മാത്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലും ത്രികോണത്തെ കുറിച്ചാണല്ലോ നമ്മൾ വിശദീകരിച്ചത്. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചതുരത്തെക്കുറിച്ചാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു ചതുരമാണ്. ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? ഇവിടെ 1, 2, 3, 4 വശങ്ങൾ ഉണ്ടാകും ഒരു ചതുരത്തിന്. പരീക്ഷകളിൽ 2 തരം ചതുരങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഒന്ന് സമചതുരം, 2 ദീർഘചതുരം. എന്നാൽ പരീക്ഷയിൽ ചതുരം എന്ന് മാത്രമേ ചോദ്യത്തിൽ ഉള്ളൂ എങ്കിൽ ദീർഘചതുരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമചതുരത്തിന് സമചതുരം എന്ന് തന്നെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടാകും. ചതുരം എന്ന് മാത്രം പറയുകയാണെങ്കിൽ ചോദ്യത്തിൽ ചതുരം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ദീർഘചതുരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്നത് സമചതുരമാണോ ദീർഘചതുരമാണോ? സമചതുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 വശങ്ങളും ഒരേ അളവായിരിക്കും. ഒരു വശം 5 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റു വശങ്ങളെല്ലാം 5 സെന്റിമീറ്റർ വീതമായിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ 4 വശങ്ങളും തുല്യമല്ല. ഇവിടെ ഈ വശവും തുല്യമാണ്. അതുപോലെ ഈ വശവും തുല്യമാണ്. ഇവിടെ ഈ ദൈർഘ്യം കൂടിയ 2 വശങ്ങളുണ്ടല്ലോ, അവയെ നീളം എന്നാണ് പറയുക. നീളം. ഇംഗ്ലീഷിൽ നീളത്തിന് എന്താണ് പറയുക? ലെങ്ത് എന്നാണല്ലോ പറയുക. ലെങ്ത്. അപ്പൊ അതിൻ്റെ ആദ്യത്തെ അക്ഷരമായ എൽ എന്നത് കൊണ്ടാണ് അത് സൂചിപ്പിക്കുക. ഈ വശങ്ങളെ വീതി എന്നാണ് പറയുക. വീതി. ഇംഗ്ലീഷിൽ വീതിക്ക് ബ്രെഡ്ത്ത് എന്നാണല്ലോ പറയുക. അപ്പൊ ആദ്യത്തെ അക്ഷരം ബി ആണ്. ബി എന്ന അക്ഷരം കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുക. ഇനിയും നമ്മൾ ഈ ചതുരത്തിലേക്ക് നോക്കിയാൽ ഇതിനെ 4 മൂലകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവിടങ്ങളിലൊക്കെ ഒരു കോൺ ഉണ്ടല്ലോ. ഈ കോണ് 90 ഡിഗ്രി ആയിരിക്കും. ഈ 4 മൂലകളിലുമുള്ള കോൺ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതൊക്കെ നമുക്ക് പിന്നീട് ആവശ്യം വരും. നമ്മളിപ്പോൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നടുവിലൂടെ ഒരു വര വരച്ചത് കാണാമല്ലോ. ഈ വരയുടെ പ്രത്യേകത എന്താണ്? ഈ ചതുരത്തിൻ്റെ ഉള്ളിൽ വരക്കാവുന്ന ഏറ്റവും വലിയ വരയാണ് ഈ വര. ഇതുപോലെ ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്കും ഇങ്ങനെ ഒരു വര വരക്കാൻ പറ്റും. ആ 2 വരകളാണ് ഈ ചതുരത്തിൻ്റെ ഉള്ളിൽ വരക്കാവുന്ന ഏറ്റവും വലിയ വരകൾ. ഈ വരകൾക്ക് പേരെന്താണ്? മലയാളത്തിൽ വികർണം എന്നാണ് പറയുക. വികർണം. ഇംഗ്ലീഷിൽ ഡയഗണൽ എന്ന് പറയും. ഡയഗണൽ. ഡയഗണൽ എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം ഡി അല്ലേ? അതുകൊണ്ട് ഡി എന്ന അക്ഷരം കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുക. ഇനി ഒരു PSC പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. 250 മീറ്റർ നീളവും 150 മീറ്റർ വീതിയുമുള്ള ഒരു കളിസ്ഥലത്തിന്റെ വിസ്തീർണം എത്ര? 250 മീറ്റർ നീളവും 150 മീറ്റർ വീതിയുമുള്ള ഒരു കളിസ്ഥലത്തിന്റെ വിസ്തീർണം. ആ കളിസ്ഥലം ഒരു ദീർഘചതുരാകൃതിയിൽ ഉണ്ടാകും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം. അപ്പൊ ഇങ്ങനെ ഇതൊരു ദീർഘചതുരാകൃതിയിലല്ലേ ഉള്ളത്. ഇതിന്റെ നീളം എത്രയാണ്? 250 ആണ്. യെസ്, 250. വീതി എത്രയാണ്? 150 ആണ്. യെസ്, അത് നമുക്കറിയാം. ഇനി എങ്ങനെയാണ് ഇതിന്റെ വിസ്തീർണം കാണുക? ദീർഘചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം നീളം ഇൻറ്റു വീതി എന്നാണ്. നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ നീളം 250 ആണ്, വീതി 150 ആണ്. ഇത് രണ്ടിനെയും ഗുണിച്ചാൽ ഇതിൻ്റെ വിസ്തീർണം കിട്ടും. നമുക്ക് ഗുണിച്ച് നോക്കാം. 150 ഇൻറ്റു 250. അപ്പോൾ എത്ര കിട്ടുക? 0 കൊണ്ട് ആദ്യം 0 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 0 0 0. 5 0 0. 5 5 25. ബാക്കി 2. 5 1 5 2 7. 2 0 0.
2 5 10, 2 1 2 1 3. യെസ്, കൂട്ടി നോക്കാം. 0 0 5 7 3, 37,500 എന്നാ കിട്ടുക. അപ്പോൾ എവിടെയുള്ളത്? സി എന്ന ഓപ്ഷനിൽ കാണാം 37,500. അപ്പോൾ അതാണ് ഉത്തരം. അപ്പോൾ ഒരു ദീർഘചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ നീളം ഇൻറ്റു വീതി എന്ന സൂത്രവാക്യമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി മറ്റൊരു PSC പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ വീതി 10 സെൻറ്റിമീറ്റർ, വിസ്തീർണം 200 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ നീളം എത്രയാണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ചതുരത്തിൻ്റെ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ വരേണ്ടതില്ല. അവിടെ ദീർഘചതുരമാണ് ഉദ്ദേശിക്കുന്നത്. സമചതുരമാണെങ്കിൽ സമചതുരത്തിൻ്റെ എന്ന് കൃത്യമായി പറയും. ഇവിടെ ചതുരം എന്ന് പറഞ്ഞതുകൊണ്ട് അത് ദീർഘചതുരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ചതുരത്തിൻ്റെ വീതി 10 സെൻറ്റിമീറ്റർ. ഇവിടെ നിങ്ങളൊരു ചതുരത്തിൻ്റെ ചിത്രം കാണുന്നുണ്ടല്ലോ. ഇതിൽ ഏതാണ് വീതി? ഏത് ഭാഗമാണ് വീതി? ഈ ഭാഗമാണ് വീതി. അത് 10 ആണ് എന്ന് ഓക്കെ. അപ്പോൾ ഇവിടെയും 10 ആയിരിക്കും. പിന്നെ വിസ്തീർണം 200 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കും എന്ന സൂത്രവാക്യ. അതെന്തായിരുന്നു? നീളം ഇൻറ്റു വീതി. നീളം എങ്ങനെ കണ്ടുപിടിക്കും? നീളം കണ്ടുപിടിക്കാൻ വിസ്തീർണം ബൈ വീതി, വിസ്തീർണം ബൈ വീതി, ആ സൂത്രവാക്യാണ് ഉപയോഗിക്കുക. വിസ്തീർണം ബൈ വീതി. അതെത്രയാണ്? അത് സിമ്പിളായി ചെയ്യാം. വിസ്തീർണം എത്രയാണ്? 200 ആണ്. വീതി എത്രയാണ്? 10 ആണ്. ഇത് പരസ്പരം ചെയ്താൽ നമുക്ക് നീളം കിട്ടും. ഇതെങ്ങനെ ചെയ്യാം? ഈ പൂജ്യത്തെയും നമുക്ക് വെട്ടാം. അപ്പോൾ എത്ര കിട്ടി? ബാക്കിയുള്ളത് എന്താ? 20/1. 20/1 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ ഈ നീളം 20 ആണ്. അപ്പോൾ വീതിയും തന്നു, വിസ്തീർണവും തന്നു. നീളം എത്രയാണ് എന്ന് ചോദിച്ചാൽ അവയെ പരസ്പരം ഹരിച്ചാൽ മതി. വിസ്തീർണം ബൈ വീതി. ഇനി നമുക്ക് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. 2019 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യമാണ്. 28 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ആകാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? അപ്പോൾ ഈ ചോദ്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. 28 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മളൊരു ചതുരം കാണുന്നുണ്ടല്ലോ. ഈ ചതുരത്തിന് 4 വശങ്ങളുണ്ട്. ഈ 4 വശങ്ങളുടെയും അളവുകൾ കൂട്ടിയാൽ കിട്ടുന്നതാണ് ചുറ്റളവ്. അഥവാ നീളം, ഇത് നീളമാണ്, അതുപോലെ ഇതും നീളമാണ്. പിന്നെ വീതി, ഇതും വീതിയാണ്, ഇതും വീതിയാണ്. അപ്പോൾ ഈ 4 വശങ്ങളെയും പരസ്പരം കൂട്ടിയാൽ കിട്ടുന്നത് അതാണ് ചുറ്റളവ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? 28 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ആകാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? അതാ ചോദ്യം. നമുക്ക് ഓരോ ഓപ്ഷനുകൾ ഇങ്ങനെ ചെയ്തു നോക്കാം. എയിൽ പറയുന്ന നീളം 7 സെൻറ്റിമീറ്റർ, വീതി 7 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നീളം 7 എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും ഈ ഭാഗവും 2 നീളം ഉണ്ടല്ലോ. വീതി എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും ഈ ഭാഗവും അതും 7 ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 വീതിയും 2 നീളവും ഉണ്ട്. ഇനി ഇത് കൂട്ടി നോക്കാം. 7ഉം 7ഉം 14, 14 7 21, 21 7ഉം 28. അപ്പോൾ ഇവയെ പരസ്പരം കൂട്ടിയാൽ 28 ആണ് കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് 28 ആണല്ലോ. അപ്പോൾ 28 കിട്ടാൻ സാധ്യതയില്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഇനി നമുക്ക് ബി എന്ന ഓപ്ഷൻ നോക്കാം. ബി എന്ന ഓപ്ഷനിൽ എന്താ പറയുന്നത്? ബി എന്ന ഓപ്ഷനിൽ പറയുന്നത് നീളം 10 ആണ്, വീതി 6 ആണ് എന്നാണ് പറയുന്നത്. വീതി 10 സെൻറ്റിമീറ്റർ, നീളം 6 സെൻറ്റിമീറ്റർ. അത് ചെയ്ത് നോക്കാം. നീളം 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് 10 ആണ്, അതുപോലെ ഇതും 10 ആണ്. വീതി 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വീതി 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതും വീതിയാണ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനെ ഒന്ന് കൂട്ടി നോക്കാം. ആദ്യം 2 നീളങ്ങളെ കൂട്ടി നോക്കാം. 10ഉം 10ഉം
20. 20ഉം 6ഉം 26. പിന്നെ ഒരു 6ഉം കൂടി കൂട്ടിയാൽ 32ആയി. അപ്പോൾ ഇതാണ് ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. യെസ്. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ചുറ്റളവ് കാണുക ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ 4 വശങ്ങളെയും പരസ്പരം കൂട്ടിയിട്ടാണ്. അപ്പോൾ ഇത് എപ്പോഴും നമുക്കിങ്ങനെ ചിത്രം വരച്ചിട്ട് കണക്കൂട്ടാൻ കഴിയില്ലല്ലോ. അതിന് ഒരു സൂത്രവാക്യമായിട്ട് നമുക്ക് ഇതിനെ എഴുതാം. അതായത് ഇവിടെ 2 നീളമുണ്ട്. 2 നീളം അല്ലേ? രണ്ട് ഭാഗത്ത് 10 എന്ന് എഴുതിയ കണ്ടില്ലേ? അതാണ് നീളം. ഇവിടെ എത്ര വീതിയുണ്ട്? 2 വീതിയുണ്ട്. 2 വീതിയും ഈ 4 വശങ്ങളെയും പരസ്പരം കൂട്ടിയാലാണ് നമുക്ക് ചുറ്റളവ് കിട്ടുക. യെസ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടി ലളിതമായിട്ട് മനസ്സിലാക്കാൻ 2 ഇൻറ്റു നീളം പ്ലസ് വീതി എന്ന് എഴുതാം അല്ലേ? 2 ഇൻറ്റു നീളം പ്ലസ് വീതി എന്ന് എഴുതാം. ഇനി ഇംഗ്ലീഷിൽ നമ്മൾ നീളത്തിന് എന്താ പറയുക? ലെങ്ത് എന്ന് പറയും. വീതിക്ക് ബ്രെഡ്ത്ത് എന്ന് പറയും. അപ്പോൾ നീളത്തിൻ്റെ ലെങ്ത് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരമായ എല്ലും ബ്രെഡ്ത്ത് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരമായ ബിയും കൂടി ചേർത്ത് നമുക്കത് 2 ഇൻറ്റു എൽ പ്ലസ് ബി, ഇങ്ങനെയാണ് അതിൻ്റെ സൂത്രവാക്യം നമ്മൾ പറയാം. 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇതാണ് ഒരു ചതുരത്തിൻ്റെ അഥവാ ഒരു ദീർഘചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം. ഇങ്ങനെയാണ്. ഇനി മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം. 2019 നവംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യമാണ്. ഒരു ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ്. ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആയാൽ അതിൻ്റെ നീളം എത്ര? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നീളമാണ്. ചതുരത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 വിവരം കൊടുത്തിരിക്കുന്നു. ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ്. ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആണ്. ഈ 2 വിവരം കൊടുത്തത്. അവ വെച്ചുകൊണ്ട് നീളം നമ്മൾ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാൻ വളരെ ലളിതമാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ചതുരം നമ്മൾ വരയ്ക്കാം. എന്നിട്ട് ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ ഇവിടെ പ്രയോഗിച്ച് നോക്കുക. അത് ലളിതമായ ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നീളം എത്രയാണ് എന്നതാണല്ലോ ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നീളം 10 ആണ് എന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ഇതും 10 ആയിരിക്കും. അപ്പോൾ വീതി എത്ര ആയിരിക്കും? നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വീതി 4 കുറവായിരിക്കും. അപ്പോൾ 10നേക്കാൾ 4 കുറവ് എന്ന് പറഞ്ഞാൽ എത്ര? 6 ആയിരിക്കും. യെസ്. അപ്പോൾ ഈ ചുറ്റളവായ 40 കിട്ടുമെന്ന് ഇനി നോക്കാം നമുക്ക്. 10ഉം 10ഉം 20, 26ഉം 6ഉം 32. 4 വശങ്ങളും കൂടി കൂട്ടിയാൽ 32 കിട്ടും. അപ്പോൾ അത് ശരിയാവില്ല. ഇനി നമുക്ക് ബി എന്ന ഓപ്ഷൻ ശരിയാവുമോ നോക്കാം. 12. അപ്പോൾ നീളം 12 ആണെന്നാണ് ബി ഓപ്ഷനിൽ പറയുന്നത്. അപ്പോൾ നീളം 12 കൊടുത്തു നോക്കുക. 12. യെസ്. അപ്പോൾ വീതി എത്ര ആയിരിക്കും? അതിനേക്കാൾ 4 കുറവായിരിക്കും. 4 കുറവ് എന്ന് പറയുമ്പോൾ 8 അല്ലേ? 12നേക്കാൾ 4 കുറഞ്ഞാൽ 8 അല്ലേ? ഇനി നമുക്ക് ഈ 4 വശങ്ങളുടെ അളവും കൂട്ടി നോക്കാം. 40 കിട്ടുമോ നോക്കാം. 12ഉം 12ഉം 24. 24ഉം 8ഉം 32. 32ഉം 8ഉം 40. അപ്പോൾ 40 കിട്ടി. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം. 2020 ഡിസംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യമാണ്. ഇവിടെ ഒരു ചതുരം കൊടുത്തിരിക്കുന്നു. ആ ചതുരത്തിൻ്റെ വീതി 8 സെന്റിമീറ്റർ ആണ്. നീളം 15 സെന്റിമീറ്റർ ആണ്. ചിത്രത്തിൽ കാണുന്ന ചതുരത്തിൽ നിന്ന് പരമാവധി വലിപ്പമുള്ള ഒരു സമചതുരം മുറിച്ചു മാറ്റിയാൽ ശേഷിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര? പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണം, ഏരിയ എത്രയാണ്? അതായത് ഈ ചതുരത്തിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമചതുരം മുറിച്ചെടുക്കണം. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ വിസ്തീർണം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചതുരത്തിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാവുന്ന സമചതുരത്തിൻ്റെ വലിപ്പം എത്രയായിരിക്കും? ഇവിടെ നിങ്ങൾ നോക്കുക. ഇതിൻ്റെ വീതി 8 സെന്റിമീറ്റർ ആണ്.
8 സെൻറ്റിമീറ്ററിൽ അപ്പുറത്തേക്ക് 1 സെൻറ്റിമീറ്റർ പോലും നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇനി ദീർഘിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മുറിക്കാൻ പോകുന്ന സമചതുരത്തിൻ്റെ വശങ്ങളുടെ വലിപ്പം 8 സെൻറ്റിമീറ്റർ ആവണം. യെസ്, 8 സെൻറ്റിമീറ്ററിൽ നമ്മൾ മുറിക്കുകയാണെങ്കിൽ ഇവിടെ നീളം 15 ആണല്ലോ. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ അങ്ങ് മുറിച്ച് മാറ്റാം. അപ്പോൾ ഈ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റി. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിൻ്റെ വിസ്തീർണ്ണമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്, മുകളിലും 8 സെൻറ്റിമീറ്റർ ആണ്. യെസ്. ഇനി ഇവിടെ ബാക്കി നിൽക്കുന്ന ഭാഗത്തെ നമുക്ക് നോക്കാം. ഇവിടെ എത്ര ഉണ്ടാവും? അപ്പോൾ 7 സെൻറ്റിമീറ്റർ ഉണ്ടാവുക അല്ലേ. 8 നമ്മൾ മുറിച്ചെടുത്താൽ 15 ആവാം, പിന്നെ 7 അല്ലേ. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ആണ് ഉണ്ടാവുക. വീതി ഈ സൈഡിൽ ഉള്ളതുപോലെ തന്നെ 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഒരു ഭാഗം 7 സെൻറ്റിമീറ്ററും മറുവശം 8 സെൻറ്റിമീറ്ററുമാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വിസ്തീർണ്ണം എങ്ങനെ കാണാം? നീളം ഇൻറ്റു വീതി. ഒരു ദീർഘചതുരത്തിൻ്റെ വിസ്തീർണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത് നീളം ഇൻറ്റു വീതി എന്നതാണ്. അപ്പോൾ പരപ്പളവ് അഥവാ വിസ്തീർണ്ണം. അപ്പോൾ നീളം ഇൻറ്റു വീതി, നീളം എത്രയാണ്? 7, വീതി 8, അല്ലെങ്കിൽ 8 ഇൻറ്റു 7 എന്ന് പറയാം. അപ്പോൾ എത്രയാണ്? 7 8 56. അപ്പോൾ 56 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം. അപ്പോൾ ഏത് ഓപ്ഷനാണ്? സി എന്ന ഓപ്ഷനാണ് ശരി. ഓക്കെ. ഇനി ഈ വിസ്തീർണവുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. ഇതൊരു PSC പരീക്ഷയിലെ ചോദ്യമാണ്. 8 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമുള്ള ഒരു ഹാളിൻ്റെ തറ ടൈൽസ് പതിപ്പിക്കുന്നതിന് ചതുരശ്ര മീറ്ററിന് 40 രൂപ നിരക്കിൽ എന്ത് ചെലവ് വരും? 8 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമുള്ള ഒരു ഹാളിൻ്റെ തറ ടൈൽസ് പതിപ്പിക്കുന്നതിന് ചതുരശ്ര മീറ്ററിന് 40 രൂപ നിരക്കിൽ എന്ത് ചെലവ് വരും? അപ്പോൾ ഇവിടെ നമുക്കൊരു ചിത്രം കാണാമല്ലോ. ഇത് ചോദ്യത്തിൻ്റെ ഭാഗമല്ല, ഞാൻ വരച്ചതാണ്. അപ്പോൾ ഇത് ഈ ആകൃതിയിലായിരിക്കും ആ ഹാള് ഉണ്ടാവുക. ആ ഹാളിൻ്റെ തറ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ നീളം 45 മീറ്ററാണ്. ചോദ്യത്തിൽ വീതി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ദൈർഘ്യം കൂടിയ ഭാഗത്തെ നീളം എന്നാണ്, ചതുരത്തിൻ്റെ ദൈർഘ്യം കൂടിയ ഭാഗത്തെ നീളം എന്നാണ് പറയാറുള്ളത്. ചോദ്യത്തിൽ ചെറിയ ഒരു അബദ്ധം എന്ന് വിചാരിക്കാം. അപ്പം നീളം 45 സെൻറ്റിമീറ്ററാണ്, 45 മീറ്ററാണ്. വീതി 8 മീറ്ററാണ്. അപ്പം ഇതാണ് ഹാളിൻ്റെ നീളവും വീതിയും. ഇവിടെ ഈ ഹാളിൻ്റെ തറയിൽ നമുക്ക് ടൈൽസ് പതിക്കണം. ഒരു ചതുരശ്ര മീറ്ററിന് 40 രൂപയാണ്. അപ്പം മൊത്തം വിരിക്കാൻ എത്ര പൈസ ആകും എന്നാണ് ചോദ്യം. അതിന് നമ്മൾ ഈ ഹാളിൻ്റെ തറയുടെ വിസ്തീർണമാണ് ആദ്യം കാണേണ്ടത്. എങ്ങനെയാണ് കാണുക? ഇതൊരു ദീർഘചതുരാകൃതിയിലാണല്ലോ. അതുകൊണ്ട് നീളത്തെ വീതി കൊണ്ട് ഗുണിക്കുക, അഥവാ 45നെ 8 കൊണ്ട് ഗുണിക്കുക. എന്നാൽ ഈ തറയുടെ വിസ്തീർണം നമുക്ക് കിട്ടും. അപ്പോൾ അതെത്ര കിട്ടുമെന്ന് നോക്കാം. 45 ഇൻറ്റു 8, 5 8 40, ബാക്കി 4, 4 8 32, 4 36, 360 എന്ന് നമുക്ക് കിട്ടി. 360 ചതുരശ്ര മീറ്റർ. അങ്ങനെയാണ് നമ്മൾ വിസ്തീർണത്തിൻ്റെ അളവ് പറയുക. ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ 360 ചതുരശ്ര മീറ്ററാണ്. ഇനി ചോദ്യത്തിലേക്ക് നോക്കൂ നിങ്ങൾ. ചതുരശ്ര മീറ്ററിന് 40 രൂപയാണ് ചെലവ്, അഥവാ ഒരു ചതുരശ്ര മീറ്ററിന് 40 രൂപ വേണം ടൈൽസ് പതിക്കാൻ. അപ്പോൾ 360 ആണ് ഇതിൻ്റെ വിസ്തീർണം. 360 ചതുരശ്ര മീറ്റർ ടൈൽസ് പതിക്കാൻ അപ്പോൾ എത്ര വേണ്ടി വരും? 360 ഇൻറ്റു 40. 360 ഇൻറ്റു 40 ചെയ്ത് നോക്കാം. 0 ആദ്യത്തെ 0 ആയതുകൊണ്ട് 3 0 തന്നെ വരിക. 4 0 0, 6 4 24, ബാക്കി 2, 4 3 12, 2 14. അപ്പോൾ എത്ര കിട്ടും? 0 0 4 4 1. അതെവിടെയുള്ളത്? 14400. ബി എന്ന ഓപ്ഷനിൽ കാണാം 14400. യെസ്, അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരി.